ഹായ്, ഇന്ന് അരിപ്പൊടി കൊണ്ടൊരു റെസിപ്പിയാണ് കേട്ടോ. വീട്ടിൽ പെട്ടെന്ന് വിരുന്നുകാർ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഞാൻ 4 കപ്പാണ് എടുത്തേക്കുന്നത് അരിപ്പൊടി. കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അതുപോലെ അതിനനുസരിച്ച് കുറച്ച് ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടിയും ചുവന്ന പൊടി ആണ് വേണ്ടത്. ചുവന്ന പൊടി എന്ന് പറഞ്ഞാൽ മുളക് പൊടി. ഓക്കെ, മുളക് പൊടിയാണ് ആവശ്യം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും വേണം കേട്ടോ. ഉപ്പ് ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പരുവം. ഭയങ്കര വെള്ളമായി പോകരുത്. കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളച്ച വെള്ളം ഒഴിച്ച് പതുക്കെ മിക്സ് ചെയ്ത്, ആദ്യം ഇത് തന്നെ മിക്സ് ചെയ്യുക. പൊടിയൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച വെള്ളം കുറേശ്ശെ ആയിട്ട് അതിലേക്ക് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇത് പിള്ളേർക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. സോസും കൂടി ഉണ്ടെങ്കിൽ, ടൊമാറ്റോ സോസും അല്ലെങ്കിൽ ചില്ലി സോസും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്ലേവർ ഉണ്ടാവും അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ. ഇനിയിപ്പോൾ നമ്മൾ നനച്ച് ഇതുപോലെ ആക്കി അതിനെ വീണ്ടും ഉരുളകളാക്കി കേട്ടോ. പാൻ ഞാൻ അപ്പച്ചട്ടിയാണ് എടുത്തത്. അപ്പച്ചട്ടി ആകുമ്പോൾ കുറച്ച് കുണ്ട് ഉള്ള പാത്രമാണല്ലോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിക്കും. എന്നിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഒരുപാട് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നമുക്ക്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ഉണ്ടകളാക്കിയിട്ടുള്ള റൈസ് ബോളുകൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. ഭയങ്കര നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് നോക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ എന്താ പറയുക, വെളിച്ചെണ്ണ ഇത്തിരി ഒന്ന് വിസ്തൃതമായിട്ട് വരുന്ന കാണാം. ഓക്കെ, അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഇതെല്ലാം ഇടുന്നത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മുരിയണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഉൾഭാഗം ഒരുവിധം വേവെങ്കിലും വെന്തിട്ടുണ്ടാവണം, പുറം ഭാഗം മുരിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഇങ്ങനെ ഫ്രൈ ആകുമ്പോൾ വരണുണ്ട്. ആ വെളിച്ചെണ്ണ മുകളിലേക്ക് ഒന്ന് തൂക്കി കൊടുത്താൽ മതി. അപ്പോൾ അടിയിലൊന്ന് വെളിച്ചെണ്ണയിൽ കിടക്കണം എന്നേ ഉള്ളൂ. അത് ഫുള്ളും കുതിർന്ന് കിടക്കണം എന്നില്ലാന്ന്. എന്നിട്ട് നമ്മളിങ്ങനെ പതുക്കെ സ്പൂൺ വെച്ച് ഇങ്ങനെ അതിൻ്റെ മീതെ ഇട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അരിപ്പൊടി ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വെളിച്ചെണ്ണ അത് ഇച്ചിരി കുടിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് അത് വേഗം മുരിയും. അപ്പോൾ സമയം അധികം എടുക്കും കൂടിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ വെളിച്ചെണ്ണ ആവശ്യം വരില്ല. ആ ഉള്ള വെളിച്ചെണ്ണ കൊണ്ട് തന്നെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാലും കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അതനുസരിച്ച് വെളിച്ചെണ്ണ ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെ കുറച്ച് ഉണ്ടാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഈ ചില്ലി സോസും ടൊമാറ്റോ സോസാണ് കേട്ടോ സെർവിങ് ആയിട്ട് വെച്ചേക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൽ ഡിപ്പ് ചെയ്ത് കഴിച്ച് നോക്കണം. നിങ്ങൾ വീണ്ടും ഇത് ഉണ്ടാക്കാൻ റെഡിയാവും. കാരണം ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ, മുരിക്കാനും എളുപ്പമാണ്. അതുപോലെ സോസിൽ ഡിപ്പ് ചെയ്താൽ പറയും വേണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.